കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടിരുന്നോ? ഏതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്? അതെ, ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം, സിംഗ് ദി ബുഗി ബുഗി സോങ് ആൻഡ് എൻജോയ് ഇറ്റ്. അതായത് ഇന്ന് നമുക്ക് ടീച്ചർ ഒരു ബുഗി ബുഗി സോങ് പാടി തന്നിരുന്നു അല്ലേ? അത് നല്ല രസകരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അത് നമ്മളോട് പാടി എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അതിലെ 4 വരികൾ പാടിത്തരാം. ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പാടിക്കോളൂ. Put right hand in, put right hand out, and do the boogie boogie and turn around. Everybody turn around. Write the plural forms. നമുക്കിന്ന് ടീച്ചർ സിംഗുലറും അതുപോലെ പ്ലൂറൽ വേർഡ്സും ഒക്കെ പരിചയപ്പെടുത്തി തന്നിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 52-ാം പേജിൽ ഒരു പ്രവർത്തനവും തന്നിരുന്നു. അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. നമുക്കെന്നാൽ അതിൻ്റെ ഉത്തരം നോക്കാം. ഇവിടെ 3 കോളങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കോളം വേർഡുകളാണ്, അതായത് പ്ലൂരലാക്കാനുള്ള വേർഡുകൾ. ഇവിടെ ട്രീ, പാരൻറ്റ്, ചൈൽഡ്, ബോയ്, അങ്ങനെ 9 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് പ്ലൂരലാക്കാം. ട്രീയുടെ പ്ലൂരൽ വാക്ക് ഏതാണ്? ട്രീസ്. പാരൻറ്റിൻ്റെ പാരൻറ്റ്സ്, ചൈൽഡ് ചിൽഡ്രൻ, ബോയ് ബോയ്സ്, സ്കൈ സ്കൈസ്, ഫ്ലവർ ഫ്ലവേഴ്സ്, ഐ ഐസ്, സ്റ്റോറി സ്റ്റോറീസ്, ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസ്. ഇവിടെ ഈ ഓരോ വാക്കുകളും പ്ലൂരലായി വന്നപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ടായല്ലേ? ലെറ്റേഴ്സ് ആഡായി വന്നു. ട്രീസ് എന്നുള്ള സ്ഥലത്ത് ഏതക്ഷരമാണ് ആഡായി വന്നത്? എസ് ആണ്. പാരൻറ്റ്സ് എന്നുള്ള സ്ഥലത്തും എസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചിൽഡ്രൻ എന്നുള്ള സ്ഥലത്ത് REN എന്നാണ് വന്നിട്ടുള്ളത്. ബോയ്സ് എന്നുള്ള സ്ഥലത്തും എസ് തന്നെയാണ്. സ്കൈസ് എന്നുള്ള സ്ഥലത്ത് Y ഒഴിവാക്കിയിട്ട് IES എന്നാണ് വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സ് എന്നുള്ള സ്ഥലത്ത് എസ്സും ഐസ് എന്നുള്ള സ്ഥലത്തും എസ്സുമാണ് വന്നിട്ടുള്ളത്. സ്റ്റോറീസ് എന്നുള്ള സ്ഥലത്ത് IES, ബട്ടർഫ്ലൈസ് എന്നുള്ള സ്ഥലത്തും IES. നേരത്തെ കണ്ട വാക്കുകൾ പ്ലൂരലാക്കി എഴുതിയപ്പോൾ ഇത്തരം അക്ഷരങ്ങളാണ് ആഡായി വന്നിട്ടുള്ളത്. ഡു ദി ആക്ടിവിറ്റി ഐ ക്യാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 56-ാം പേജിലുള്ള ഐ ക്യാൻ എന്നുള്ള പ്രവർത്തനമാണ് മൂന്നാമത്തെ പ്രവർത്തനം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു അല്ലേ? നമുക്കെന്നാൽ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ സെൻറ്റൻസ്, അന്ന സ്റ്റേഡ് അറ്റ് ദി ബോയ്. അന്ന ബോയിലേക്ക് തുടിച്ചു നോക്കി. ഇതിൽ അന്ന ബോയിലേക്ക് തുടിച്ചു നോക്കുന്ന ഫോട്ടോ ഏതാണ്? അതെ, രണ്ടാമത്തേതാണ്. അതിൻ്റെ താഴെയുള്ള അക്ഷരം B എന്നാണ്. അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാം. രണ്ടാമത്തേത്, അന്നാസ് ബോട്ട് മൂവ്ഡ് ഡൗൺ ദി സ്ട്രീം. അന്നയുടെ ബോട്ട് സ്ട്രീമിലൂടെ പോയി. ഇതിൽ അന്നയുടെ ബോട്ട് സ്ട്രീമിലൂടെ പോകുന്ന ഫോട്ടോ ഏതാണ്? അതെ, മൂന്നാമത്തെ ഫോട്ടോ ആണ്. അതിൻ്റെ താഴെയുള്ള അക്ഷരം O എന്നാണ്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. മൂന്നാമത്തേത്, ദി ബോട്ട് വാസ് ലോഡഡ് വിത്ത് ഫ്ലവേഴ്സ്. ബോട്ടിൽ നിറയെ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞു. ഇതിൽ ബോട്ടിൽ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞ ഫോട്ടോ ഏതാണ്? അതെ, ഈ A എന്ന അക്ഷരത്തിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് അതും മാർക്ക് ചെയ്യാം. ഇനി നാലാമത്തെ സെൻറ്റൻസ്, അന്ന ആൻഡ് ദി ബോയ് ബിക്കം ഫ്രണ്ട്സ്. അന്നയും ബോയിയും ഫ്രണ്ട്സായി. അവർ രണ്ടുപേരും ഫ്രണ്ട്സായ ഫോട്ടോ ഇതിൽ ഏതാണ്? അതെ, നടുവിലുള്ള ഈ T എന്ന അക്ഷരത്തിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ആ Tയും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത അക്ഷരങ്ങളൊക്കെ നമുക്ക് ഈ താഴെ കാണുന്ന ബോക്സിലേക്ക് എഴുതാം. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ B എന്ന അക്ഷരമായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ B ഇവിടെ എഴുതാം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ മാർക്ക് ചെയ്ത
ഓയും എഴുതാം. മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ഏത് അക്ഷരമായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്? അതെ, എ ആയിരുന്നു. ആ എയും നമുക്ക് ഇവിടെ എഴുതാം. ഇനി നാലാമത്തെ സെൻറ്റൻസിൽ മാർക്ക് ചെയ്തിരുന്ന ടിയും നമുക്കിവിടെ എഴുതാം. ഇപ്പോൾ ഇതൊരു മീനിങ് ഫുൾ വേർഡായല്ലേ? ഏതാണത്? ബോട്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം മേക്ക് യുവർ ഓൺ റീഡിംഗ് കാർഡ്സ് ആൻഡ് ഡെവലപ്പ് മൈ ഗ്രോവിംഗ് സ്റ്റോറി ബുക്ക്. അതായത് ഇന്ന് നമുക്ക് ടീച്ചർ കുറച്ച് റീഡിംഗ് കാർഡ്സ് ഒക്കെ കാണിച്ചു തന്നിരുന്നല്ലേ? അതുപോലെ നമ്മളോടും റീഡിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മൈ ഗ്രോവിംഗ് സ്റ്റോറി ബുക്ക് ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ഒരു റീഡിംഗ് കാർഡിൽ ഹെഡിങ്ങും അതുപോലെ ഒരു സെൻറ്റൻസും നമുക്ക് ടീച്ചർ എഴുതി തന്നിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് ബാക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ റീഡിംഗ് കാർഡിൽ ഒന്നും എഴുതിയിട്ടില്ല, അതെല്ലാം നമ്മൾ സ്വന്തമായി എഴുതണം. ഇനി ഞാൻ എഴുതിയ 2 റീഡിംഗ് കാർഡ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്കിതിൽ ഒട്ടിക്കാൻ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഹെഡിങ്ങും അതുപോലെ സെൻറ്റൻസസൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വരക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ വരച്ച 2 റീഡിംഗ് കാർഡ്സും കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ റീഡിംഗ് കാർഡ് വായിച്ചു തരാം. എ ഹെൽപ്പിംഗ് ഹാൻഡ്. Anna launched her boats again in the streams. Suddenly, she saw the boat getting caught in a heap of mud and stones. The boy jumped into the stream and pulled the boat out of the water and he gave it to Anna. She took the boat and smiled. The boy smiled back pleasantly. ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ റീഡിംഗ് കാർഡ് വായിച്ചു തരാം. They become good friends. Anna gently placed another boat in the stream. It sailed swiftly and drifted past. Soon it was out of sight. Anna and the boy looked at each other and smiled. They become good friends. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. Bye bye.